നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ ബുദ്ധിനി നിയോജക മണ്ഡലത്തിൽ നിന്നും 1,04,000 വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് BJPയുടെ മധ്യപ്രദേശിലെ മുഖമായ ശിവരാജ് സിംഗ് ചൗഹാൻ വിജയിച്ചു കയറിയത്. എന്നിട്ടും അദ്ദേഹത്തിനെ തഴഞ്ഞുകൊണ്ട് മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാനോടൊപ്പം നിന്ന നിരവധിയായ MLA മാർ രാജ്യസന്നദ്ധതയ്ക്ക് ഒരുങ്ങിയതാണ്. എന്നാൽ അന്നേരം ശിവരാജ് സിംഗ് ചൗഹാൻ ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്: എന്നെ വിശ്വസിക്കുന്നവർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിൻ്റെ ഫലമായാണ് ഇപ്പോഴും അവിടെ മന്ത്രിസഭ മുന്നോട്ട് പോകുന്നത്. ഇല്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് BJPക്ക് പണി കിട്ടിയനെ. എന്നാൽ ഇപ്പോൾ ഇതാ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയായി ശിവരാജ് സിംഗ് അധികാരമേറ്റപ്പോൾ ബുദ്ധിനിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുകയാണ്. സ്വാഭാവികമായും വിദിശ ലോക്സഭാ മണ്ഡലത്തിൽ 8.25 ലക്ഷം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ശിവരാജ് സിംഗ് ചൗഹാന് അർഹതപ്പെട്ട മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്ന വലിയ രീതിയിലുള്ള ഒരു ചർച്ചയുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശിവരാജ് സിംഗ് ചൗഹാനേക്കാൾ എത്രയോ ജൂനിയറാണ്. എന്നിട്ടും ശിവരാജ് സിംഗ് ചൗഹാൻ മന്ത്രിസഭയിൽ ഒന്നുമല്ലാതെ വെറും ക്യാബിനറ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നു എന്നുള്ള പേരല്ലാതെ ഒരു സ്ഥാനമാനവും ലഭിച്ചില്ല എന്ന ഖ്യാതി മധ്യപ്രദേശിൽ ജനങ്ങൾക്കിടയിലുണ്ട്. സുഷമ സ്വരാജിന്റെ വിശ്വസ്തനായ നേതാവ് എന്ന ഖ്യാതി ശിവരാജ് സിംഗ് ചൗഹാന് വേണ്ടുവോളം ഉണ്ടായിരുന്നതും ആണ്. ഇപ്പോൾ മധ്യപ്രദേശിൽ പൊട്ടിത്തെറി നടക്കുകയാണ്. ശിവരാജ് സിംഗ് ചൗഹാൻ 1,04,000 വോട്ടിന് ജയിച്ച ബുദ്ധിനിയിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ രാമകാന്ത് ഭാർഗവ എന്ന BJP സ്ഥാനാർത്ഥി ജയിച്ചത് കേവലം 13,000 വോട്ടിനാണ്. ആദ്യ 60% വോട്ടെണ്ണലിൽ കോൺഗ്രസിന്റെ രാജ്കുമാർ പാട്ടീൽ 12,000 വോട്ടിന്റെ വരെ മൃഗീയമായ ലീഡ് നേടിയെടുത്തതിന് ശേഷമാണ് പിന്നീട് ലീഡ് ക്രമേണ കുറഞ്ഞു വന്നത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള 4 മേഖലകളിൽ വൻ ഇടിവ് നഗര ഹൃദയങ്ങളിൽ ഉണ്ടായത് അന്താളിപ്പിച്ചിരിക്കുകയാണ്. ഇത് മോഹൻ യാദവിന്റെ ഭരണത്തിൽ കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായി കണക്കാക്കുന്നുണ്ട്. മാത്രമല്ല, മധ്യപ്രദേശിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റൊരു മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തു എന്നുള്ളതും BJPയെ വല്ലാതെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിൽ സംഘടനാ മാറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസ് നന്നേ പണിപ്പെടുകയാണ്. പ്രത്യേകിച്ചും കമൽനാഥിനെയും അദ്ദേഹത്തിൻ്റെ മകനെയുമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ദിഗ്വിജയ് സിംഗിൻ്റെ മകൻ വലിയ തോതിൽ അവിടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം വിജയിച്ച് കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മോഹൻ യാദവിനെ കൃത്യമായും അവഗണിക്കാൻ നിരവധിയായ MLA മാർ തയ്യാറെടുക്കുമ്പോൾ അതൊരു വൻ പൊട്ടിത്തെറിയിലേക്ക് മാറും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ശിവരാജ് സിംഗ് ചൗഹാനെ തിരികെ കൊണ്ടുവരണം എന്ന വലിയ രീതിയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുകയാണ് ബുദ്ധിനിയിലെ നാനാഭാഗങ്ങളിലും. വിദിശ ലോക്സഭാ സീറ്റിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ശിവരാജ് സിംഗ് ചൗഹാന് സ്വന്തം തട്ടകം നിലനിർത്താൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയാൽ വലിയ നഷ്ടം ആയിരിക്കും BJPക്ക് വരാൻ പോകുന്ന ദിവസമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കൂടി പറഞ്ഞതോടെ ശിവരാജ് സിംഗ് ചൗഹാൻ ആകെ കട്ടക്കലിപ്പിലാണ്. കേന്ദ്ര നേതൃത്വത്തോട് അപേക്ഷ നൽകിയിരിക്കുന്നത് ക്യാബിനറ്റിൽ നിന്നും എങ്ങനെയും രാജിവെച്ച് മധ്യപ്രദേശിലേക്ക് തിരികെ പോകാനുള്ള ശ്രമമാണ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്.